ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീജൻ ഹോൾ തിയറി എന്താണെന്ന്. ഈ ടോട്ട് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പീജൻ ഹോൾ തിയറി. കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. അത് എസ് എ ടൈപ്പ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണത്. അവർ ചോദിക്കാൻ രണ്ട് രീതി ചാൻസ് ഉണ്ട്. ദർ ഇസ് നോ ലോ ഓഫ് ടോട്ട്, ദർ ഇസ് ഓൺലി ലോ ഓഫ് ടോട്ട്സ്. ഡിസ്കസ്. ഇത് ആക്ച്വലി സാൽമണ്ടിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഇത് ചോദിക്കുമ്പോഴത്തേക്ക് സാൽമണിൻ്റെ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി. രണ്ടാമത് ചോദിച്ചേക്കുന്നത് ഓൾ ഇഞ്ചുറീസ് ഡൺ ടു അനദർ പേഴ്സൺ ആർ ടോട്ട്സ് അൺലെസ് ദർ ഇസ് സം ജസ്റ്റിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ലോ. ഡിസ്കസ്. ഇത് വിൻഫീൽഡിൻ്റെ ഡെഫിനിഷൻ. എന്നിട്ട് പീജൻ ഹോൾ തിയറി എന്താണെന്ന് എക്സ്പ്ലെയിൻ പീജൻ ഹോൾ തിയറി അങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം വാട്ട് ഈസ് പീജൻ ഹോൾ തിയറി എന്ന എക്സാമിന് ചോദിച്ചാൽ ഈ സാൽമണിൻ്റെ ഡെഫിനിഷൻ, പിന്നെ വിൻഫീൽഡിൻ്റെ ഡെഫിനിഷൻ പ്ലസ് പീജൻ ഹോൾ തിയറിയുടെ ഡെഫിനിഷൻ, ഈ മൂന്ന് ഡെഫിനിഷൻ നമ്മൾ എക്സാം എഴുതണം. ഇത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്രയും മൂന്നെണ്ണം എഴുതണ്ട. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം ചോദിച്ചാണെങ്കിൽ സാൽമണിൻ്റെയോ വിൻഫീൽഡിൻ്റെയോ ആയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ അവരുടെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. എന്നാലും നിങ്ങൾക്ക് പോരെങ്കിൽ ഫുൾ അങ്ങ് എഴുതിയേക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ടോട്ട് ഈസ് എ പ്രൈവറ്റ് റോങ് അറൈസിങ് ഫ്രം ദ ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് തീരുമാനിച്ച ഒരു ഡ്യൂട്ടി ലംഘിക്കുന്നതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രൈവറ്റ് റോങ് ആണ് ടോട്ട്. പക്ഷേ ടോട്ട് ആക്ച്വലി ഒരു സിവിൽ റോങ് എന്നാണ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പീജൻ ഹോൾ തിയറിയിൽ ഈ ടോട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ് ഇതാണ്. ഈ ടോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഒരു ഡ്യൂട്ടി ലംഘിക്കുന്നതിൽ നിന്നുള്ള ഒരു പ്രൈവറ്റ് റോങ് ആണ് ടോട്ട്. അടുത്തത്, ദ സ്റ്റേറ്റ് ഇമ്പോസ് ഡ്യൂട്ടീസ് ഓഫ് വേരിയസ് കൈൻഡ്. ഈ സ്റ്റേറ്റ് പലതരത്തിലുള്ള ഡ്യൂട്ടീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ദെയർ ഇസ് എ ഡ്യൂട്ടി നോട്ട് ടു കോസ് ബോഡ്ലി ഹാം ടു അനദർ. ഒരാളെ ശാരീരികപരമായി അയാൾക്ക് മുറിവൊന്നും ഏൽപ്പിക്കരുത്. അത് ഏൽപ്പിച്ചാൽ ടോട്ടാവും. അടുത്ത, എ ഡ്യൂട്ടി നോട്ട് ടു സ്ലാൻഡർ. എ ഡ്യൂട്ടി നോട്ട് ടു സ്ലാൻഡർ എന്ന് പറയുമ്പോൾ മറ്റൊരാളെ നിന്ദിക്കരുത്. അടുത്തത്, ആൻഡ് എ ഡ്യൂട്ടി നോട്ട് ടു എൻ്റർ അപ്പോൺ ദ ലാൻഡ് ഓഫ് അനദർ വിതൗട്ട് ഹിസ് പെർമിഷൻ ആൻഡ് സോ ഓൺ. അതായത് വേറെ ഒരാളുടെ വസ്തുവിൽ അയാളുടെ അനുവാദമില്ലാതെ കയറി ചെല്ലുന്നത്. ദ ബ്രീച്ച് ഓഫ് ദീസ് ഡ്യൂട്ടീസ് give rise respectively to the torts of trespass to person, defamation, trespass to property and so on. എന്ന് പറയുമ്പോൾ ഈ ഡ്യൂട്ടീസ് ലംഘിക്കുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലെ ഡ്യൂട്ടീസ് നമ്മളാണെങ്കിൽ ചെയ്യാതെ ഇരിക്കുമ്പോൾ, അത് ലംഘിക്കുമ്പോൾ, വേർഡ് മാറിപ്പോഴാണ്, ക്ഷമിക്കണം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിയിലേക്ക് കടന്നു കയറൽ, അതാണ് ട്രസ്പാസ് ടു പേഴ്സൺ എന്ന് പറയുമ്പം വ്യക്തിയിലേക്ക് കടന്നു കയറൽ. ഡീഫാമേഷൻ എന്ന് പറയുമ്പം ഈ അപകീർത്തിപ്പെടുത്തൽ, ഈ അപകീർത്തനം, അതൊക്കെയാണ് ഡീഫാമേഷൻ വരുന്നത്. ട്രസ്പാസ് ടു പ്രോപ്പർട്ടി ആൻഡ് സോ ഓൺ. ട്രസ്പാസ് ടു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ അവരുടെ അനുവാദമില്ലാതെ കയറി ചെല്ലുന്നതാണ് ട്രസ്പാസ് ഓഫ് പ്രോപ്പർട്ടി. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ അവിടെ ടോട്ട് ഉണ്ടാവും. ഇതാണ് പീജൻ ഹോൾ തിയറിയിൽ നമ്മളിങ്ങനെ ആദ്യം എഴുതേണ്ടത്. എന്ന് പറഞ്ഞ് തീരുന്നില്ല, ഇനിയുണ്ട്. There are thus a large number of tort. അപ്പം ഇങ്ങനെ നോക്കുമ്പം ടോട്ടുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കേട്ടോ. ഇൻ ദ നേച്ചർ ഓഫ് തിങ്സ് there need be no connecting thread running through all these wrong. അപ്പോൾ ഇവയെല്ലാം നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പൊതുവായ നിയമതത്വം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പൊതുവായ ഒരു നിയമം നമുക്കിവിടെ ഇല്ല. For this reason it is said that there is no law of tort as such and there is only a law of torts. അതുകൊണ്ട് ഇവിടെ ലോ ഓഫ് ടോട്ട് എന്ന് പറയത്തില്ല, ലോ ഓഫ് ടോട്ട്സ്. ഇതൊരു മെയിൻ പോയിന്റ്. ഇതൊരു ചിലപ്പോൾ എഴുതിയിട്ടൊന്നും അണ്ടർലൈൻ ചെയ്ത് ചിലപ്പോൾ മാർക്ക് കിട്ടാവുന്നൊരു പോയിന്റാണ്. there is നോ ലോ ഓഫ് ടോട്ട്. ലോ ഓഫ് ടോട്ട് നമ്മൾ പറയത്തില്ല, ലോ ഓഫ് ടോട്ട്സ്. ആ സ്പെല്ലിങ് മറക്കൽ, TORT, ടോട്ട് അല്ല,
TORTS, ടോട്ട്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലും കേട്ടോ. അടുത്ത, ദിസ് ഈസ് കോൾഡ് പീജൻ ഹോൾ തിയറി ഓഫ് ടോട്ട്. അപ്പം ഇതിനെയാണ് ടോട്ടിൻ്റെ പീജൻ ഹോൾ തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബിക്കോസ് ഈച്ച് ടോട്ട് ഈസ് സപ്പോസ് ടു ഓക്യുപ്പൈ വൺ പീജൻ ഹോൾ ആസ് ഇറ്റ് വെയർ ആൻഡ് ദെയർ ഇസ് നോ കണക്റ്റിംഗ് ലിങ്ക് വിത്ത് ദ റെസ്റ്റ്. എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പം ഈ പ്രാവിൻ്റെ കൂട്, നമ്മുടെ ഇവിടെയൊക്കെ ഈ തക്കാളിപ്പെട്ടിയിലെ പിള്ളേരെ പ്രാവിനെ വളർത്തണം, പക്ഷെ അല്ലാതെ കുറച്ചും കൂടെ ഈ ഡെവലപ്ഡ് ആയ പ്രാവിൻ്റെ കൂട് നമ്മൾ മനസ്സിൽ കാണാം. അപ്പോൾ ജസ്റ്റ് പ്രാവിൻ്റെ ഒരു ബോക്സ്, അതിനകത്ത് കുറേ ഹോള് കാണത്തില്ലേ. അപ്പം ഇതിനകത്ത് ഈ പീജൻ ഹോൾ തിയറി അവർ പറയുമ്പം ഓരോ ഹോളിലും പീജൻ്റെ ഹോളിലും അടിസ്ഥാനപരമായ ഉള്ള ഒരു ലോ വേണം അതിനകത്ത്. അപ്പോൾ ഓരോ ടോട്ടിനും ഓരോ പീജൻ ഹോളിൻ്റെ സ്ഥാനം ഉള്ളതുപോലെ കണക്കാക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഒറ്റ തരത്തിൽ ഒരൊറ്റ നിയമം കൊണ്ട് എല്ലാം കണക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം ഓരോ നിയമത്തിനും ഓരോ പീജൻ്റെ ഹോളാണ്. അതാണ് ഇവിടെ ലോ ഓഫ് ടോട്ടിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പീജൻ ഹോൾ തിയറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പീജൻ ഹോൾ തിയറി എന്ന് മാത്രം ചോദിച്ചാൽ എഴുതേണ്ടത്. അതുമാത്രമല്ല പീജൻ ഹോൾ തിയറി വെച്ച് ഇത് മാത്രമല്ല എഴുതേണ്ടത്. ഇനി സാൽമണ്ടിൻ്റെ ഉണ്ട്, വിൻഫീൽഡിൻ്റെ ഉണ്ട്, സോറി കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ സാൽമണ്ടിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സാൽമണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ, സാൽമണ്ട് വാസ് എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് ദിസ് തിയറി. ഈ തിയറി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തിയറീനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് സാൽമണ്ട്. പക്ഷേ വിൻഫീൽഡ് അതേസമയം ഇതിനെ ഒട്ടും സപ്പോർട്ട് ചെയ്ത് ഫുൾ എതിർത്തത് വിൻഫീൽഡാണ്. അപ്പം സാൽമണ്ടിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയാൻ പോകുന്നത്. സാൽമണ്ട് വാസ് എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് ദിസ് തിയറി. പറഞ്ഞല്ലോ, ഈ സാൽമണ്ട് ഈ തിയറി, പീജൻ ഹോൾ തിയറിനെ പൂർണ്ണമായി സാൽമണ്ട് ഫുള്ളി സപ്പോർട്ട് ചെയ്തൊക്കെ സാൽമണ്ട് മാത്രമേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ഹിം, ദ ലയബിലിറ്റി അണ്ടർ ദിസ് ബ്രീച്ച് ഓഫ് ലോ arises only when the wrong is covered by any one or the other nominate tort. There is no general principle of liability, and if the plaintiff can place the wrong in any one of the pigeonhole each containing a labeled tort, he will succeed. അതായത് നമ്മുടെ സാൽമണ്ട് പറയുന്നത്, സാൽമണ്ട് ഒപ്പീനിയൻ പ്രകാരം ഈ ഓരോ ടോട്ടിനും ഓരോ ഹോളാണ് പീജൻ്റെ. അപ്പം അങ്ങനത്തെ രീതിയിലായിരിക്കണം ഈ നമ്മുടെ ലോ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പം ഈ ടോട്ട് ലോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓരോ പീജൻ്റെ ഹോളിനും ഓരോ ടോട്ട്. അപ്പോൾ അതായത് ഓരോ റോങ്ങിനും ഓരോ ലോ തന്നെ വേണം. അപ്പോൾ പീജൻ്റെ ഹോള് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ പീജിന് 10 ഹോളുണ്ടെങ്കിൽ, അപ്പം എക്സാമ്പിളാണേ 10 ഹോളുണ്ടെങ്കിൽ ആ 10 ഹോളിലും ഒരു ടോട്ടാണ്. അപ്പോൾ ഈ 10 ടോട്ടും ഒരു ലോ തന്നെ. അപ്പം ഓരോന്ന് സ്പെഷ്യലായിട്ട് തന്നെ വേണം. If there is no pigeonhole in which the plaintiff's case could fit in, the defendant has committed no tort. അതായത് നമ്മുടെ ഈ പ്ലെയിൻറ്റിഫിൻ്റെ കേസ്, അതായത് പരാതിക്കാരൻ്റെ കേസിൽ ഈ ടോട്ടിൻ്റെ പീജൻ ഹോളിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, ഇതിൽ ഒന്നിലും ഈ ടോട്ടിൻ്റെ അണ്ടറിൽ ഒന്നിനും ഈ പ്ലെയിൻറ്റിഫ്, അതായത് നമ്മുടെ പരാതിക്കാരൻ കൊടുത്ത കേസ് ഈ ടോട്ടിൻ്റെ ബോക്സിൽ ഒന്നിലും വന്നില്ലെങ്കിൽ ഡിഫൻഡൻറ്റ് പിന്നെ ലയബിൾ അല്ല. കാര്യം ഡിഫൻഡൻറ്റിന് ഉത്തരവാദിത്വമില്ല, പീജൻ്റെ ഹോളിനകത്തൊന്നും വന്നില്ലല്ലോ. അപ്പം ഇതാണ് സാൽമണ്ടിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ പറയേണ്ടത്. ഒന്നും കൂടെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. സാൽമണ്ട് ഈ ടോട്ടിനെ ഫുള്ളി അങ്ങ് സപ്പോർട്ട് ചെയ്തു പുള്ളിക്കാരൻ. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പീജൻ്റെ ഹോളിനെ പോലെ ഓരോ ടോട്ടിനും ഓരോ സ്പെഷ്യലായിട്ടുള്ള അതായത് ഓരോ ടോട്ട് ലോയ്ക്കും ഓരോ സ്പെഷ്യലായിട്ടുള്ള ലോ തന്നെ വേണം. അതായത് പീജൻ്റെ ഓരോ ഹോളും ഇങ്ങനെ വരച്ചാൽ അതിനകത്ത് ഒരു ടോട്ടുണ്ടെങ്കിൽ ആ ടോട്ടിന് ഒരു ലോ തന്നെ വേണം. പിന്നെ ഈ പ്ലെയിൻറ്റിഫിൻ ഇപ്പോൾ ഒരു പരാതിക്കാരൻ കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ഹോൾ, അതായത് പീജിൻ്റെ ഹോളിനകത്തുള്ള ടോട്ടിൻ്റെ ലോഡ് ഒരു ഹോളിൻ്റെയും അണ്ടറിൽ വന്നില്ലെങ്കിൽ അത് ഡിഫൻഡൻറ്റ് ലയബിൾ അല്ല. ഇത്രയാണ് സാൽമണ്ട് ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ അടുത്തത് വിൻഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കുന്നത്. അപ്പോൾ വിൻഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, വിൻഫീൽഡ് ഈസ് ആൻ ഒപ്പോണൻറ്റ് ടു ദിസ് തിയറി. അപ്പം ആദ്യം തന്നെ പറഞ്ഞില്ലേ, വിൻഫീൽഡ് ഇതിനെ മൊത്തത്തിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങ് എതിർക്കുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ സാൽമണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത്, പക്ഷേ വിൻഫീൽഡ് ഇതിനെ എതിർത്ത്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം, all injuries done to another person are torts unless there is some justification recognized by law. അതായത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ all injuries done to another person are torts unless there is some justification
റെക്കഗ്നൈസ്ഡ് ബൈ ലോ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ വിൻഫീൽഡിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. പിന്നെ ദിസ് തിയറി ഓഫ് വിൻഫീൽഡ് ഒപ്പോസ് ദ പീജൻ ഹോൾ തിയറി. അപ്പം ഈ പീജൻ ഹോൾ തിയറിനെ വിൻഫീൽഡിൻ്റെ ഈ ഡെഫിനിഷൻ പൂർണ്ണമായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പം അക്കോർഡിംഗ് ടു ഹിം, അപ്പം വിൻഫീൽഡിൻ്റെ അഭിപ്രായത്തിൽ ഇഫ് എ പേഴ്സൺ ഇഞ്ചേഴ്സ് ഈസ് നെയ്ബർ, ഒരാൾ അയാളുടെ അയൽക്കാരനെ ഉപദ്രവിച്ചാൽ ദ ഇഞ്ചേർഡ് ക്യാൻ സ്യൂ ദ റോങ് ഡൂവർ ഇൻ തോട്ട് വെദർ ദ റോങ് ഹാപ്പൻസ് ടു ഹാവ് എ പർട്ടിക്കുലർ നെയിം ലൈക്ക് അസോൾട്ട്, ബാറ്ററി, ഡിസീറ്റ്, സ്ലാൻഡർ or whether it has no special title at all, and the wrongdoer shall be liable if he cannot prove the lawful justice. അതായത് ഈ നെയ്ബർ നമ്മൾ എന്തായാലും ആക്രമിച്ചല്ലോ, അപ്പോൾ അയാൾക്ക് പരിക്കേറ്റുമ്പോൾ ഈ കുറ്റവാളിക്കെതിരെ കേസ് ഫയൽ ചെയ്യാം നമുക്ക്. അപ്പം ആ തെറ്റിന് ഈ ആക്രമണം എന്ന് വെച്ചാൽ ഇത് അസോൾട്ടിനാണ് ആക്രമണം എന്ന് പറയുന്നത്. പിന്നെ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളാണെങ്കിൽ നമ്മൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്തില്ല, ഇപ്പോൾ കൈ കൊണ്ട് തള്ളുക, അതൊക്കെ ബാറ്ററിയിൽ വരും. പിന്നെ ഈ ഡിസീൻഡ് എന്ന് പറയുമ്പം വഞ്ചന. പിന്നെ സ്ലാൻഡർ എന്ന് പറയുമ്പം അപവാദം. അപ്പം ഓർ വെദർ ഇറ്റ് ഹാസ് നോ സ്പെഷ്യൽ ടൈറ്റിൽ അറ്റ് ഓൾ. അപ്പം എന്നിങ്ങനെയുള്ള ഒരു പ്രത്യേക പേരില്ല ഇതിന്. പിന്നെ അല്ലെങ്കിൽ അതിന് നമ്മളൊരു പ്രത്യേക പദവി ഇല്ല അതിന്. അപ്പോൾ ഈ കുറ്റം ചെയ്ത പേഴ്സൺ നിയമപരമായി ന്യായീകരണമായൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾ അതിന് ഉത്തരവാദിയാണ്. ദസ് വിൻഫീൽഡ് ഈസ് ആൻ ഒപ്പോണൻറ്റ് ഓഫ് പീജൻ ഹോൾ തിയറി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ വിൻഫീൽഡ് ഈ പീജൻ ഹോൾ തിയറിക്ക് എതിരാണ്. അടുത്ത വൺ ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസ് ഓഫ് ദ പീജൻ ഹോൾ തിയറി ഈസ് ദാറ്റ് നോ ന്യൂ തോട്ട് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. ദാറ്റ് ഈസ് എ നോവൽ സിറ്റുവേഷൻ കോസിങ് ഇഞ്ചുറി കനോട്ട് ലീഡ് ടു എ ന്യൂ തോട്ട്. അതായത് ഈ പീജൻ ഹോൾ തിയറിയിൽ പുതിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കുറവാണ് ഈ പുതിയ തോട്ട് അവർ അപ്രൂവ് ചെയ്യാൻ അവസരം നൽകാറില്ല അവർ. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് കോർട്ട്സ് ആർ റിലക്റ്റന്റ് ടു റെക്കഗ്നൈസ് ന്യൂ തോട്ട്സ്. അപ്പോൾ അല്ലെങ്കിൽ തോട്ടുകളുടെ പട്ടിക അവസാനിക്കാൻ ശരിയല്ല. പിന്നെ ബട്ട് ദ അസേർട്ട് ദാറ്റ് ദ കാറ്റഗറീസ് ഓഫ് തോട്ട്സ് ആർ ക്ലോസ്ഡ് വുഡ് നോട്ട് ബി കറക്റ്റ്. ഫർദർ വി ക്യാൻ ഡിഫൈൻ തോട്ട് ആസ് സച്ച് വിത്തൗട്ട് റെഫറൻസ് ടു എനി സ്പെസിഫിക് തോട്ട്. നമുക്ക് പ്രത്യേക തോട്ട് പരാമർശം ചെയ്ത തോട്ടിലോ പൊതുവായ ഒരു രീതിയിൽ നിർത്തിവച്ചിരിക്കാം. ദിസ് ഇറ്റ്സെൽഫ് ഷോസ് that we can have a general law of thought, thus the pigeonhole theory is unsound. അപ്പോൾ അതിനെ നമുക്കൊരു ജനറൽ തോട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിൻഫീൽഡ് പറയുന്നത് വെച്ചാൽ ഈ പീജൻ ഹോൾ തിയറി ശരിയല്ല, കറക്റ്റ് അല്ലെന്നാണ് വിൻഫീൽഡ് പറയുന്നത്. പക്ഷേ സാൽമണ്ട് ഉണ്ടല്ലോ ഇതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എക്സാമിന് വാട്ട് ഈസ് പീജൻ ഹോൾ തിയറി അല്ലെങ്കിൽ ഇതിനെ പോലത്തെ ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ ഇത് ഇത്രയാണ് എഴുതേണ്ടത്.